നമസ്കാരം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് മാധവിക്കുട്ടിയുടെ ചേക്കേറുന്ന പക്ഷികൾ എന്ന കഥയാണ്. അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. അവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ പൊട്ടിച്ചിരിക്ക് 30 വർഷക്കാലം യാതൊരു മാറ്റവും വരുത്തിയിരുന്നില്ല. ഒരിക്കൽ അവളുടെ പൊട്ടിച്ചിരി കേട്ട് താൻ അസൂയപ്പെട്ടിട്ടുണ്ട്. അയാൾ ഓർമ്മിച്ചു. നഗരത്തിൽ നിന്ന് വേനലവധിക്ക് മാത്രം ഗ്രാമത്തിലെ തറവാട്ടിലെത്തുന്ന ആ ധനിക ബാലിക എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം തന്നെ ചിരിപ്പിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണെന്ന നാട്യമായിരുന്നു അവൾക്ക്. തൻ്റെ കോവിലകത്ത് വേട്ടക്കാരൻ പാട്ട് നടക്കുമ്പോഴും ഗാംഭീര്യമുള്ള ആ നിശ്ചലത ഭേദിച്ചുകൊണ്ട് ഉമ്മ ചിരിച്ചു. അവളുടെ മുത്തശ്ശി ശകാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ചിരി വന്നോ, ഞാനെന്താ ചെയ്യാം? വർഷത്തിലൊരിക്കൽ അവൾ വരുമ്പോൾ മാത്രമാണ് താൻ ജീവിക്കുന്നു എന്നൊരു തോന്നൽ അയാൾക്ക് ലഭിച്ചിട്ടുള്ളത്. അവളുടെ പട്ടുകുപ്പായങ്ങൾ, അവളുടെ ഇംഗ്ലീഷ് വാക്കുകൾ കൂട്ടിക്കലർത്തിയുള്ള കൊഞ്ചലുകൾ, അവളുടെ പൊട്ടിച്ചിരികൾ, അവ അയാളുടെ ജീവിതത്തിൽ മോടി കൂട്ടി. അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് അയാളുടെ ജീവിതം. ഉണ്ണി എന്നോട് ഇരിക്കാൻ പറയാത്ത എന്താണ്? ഭാര്യ കോപിക്കുമെന്ന് പേടിയുണ്ടോ? ഉമ്മ ചോദിച്ചു. പാചകം കൂടെ നമുക്കിതിൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് പുതിയതായിട്ട് എൻ്റെ മാവിൽ ഒരു 3 മാങ്ങ ഉണ്ടായി. അതിലൊരു മാങ്ങ പറിച്ചിട്ട് നല്ല ചെനയോട് കൂടിയുള്ള മാങ്ങ പറിച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മളിത് മുന്നേ ചെയ്തിട്ടുണ്ട്, എന്നാലിപ്പോൾ ആദ്യമായിട്ടുണ്ടായ മാങ്ങ ആയതുകൊണ്ട് ചെയ്തതാട്ടോ. ഉപ്പും മുളക് പൊടിയും കൂടി ഇടുക. ഒരുപാടൊന്നും മുളക് പൊടി ഉപയോഗിക്കേണ്ട കേട്ടോ, കുറച്ചൊക്കെ മതി. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇടുക. എന്ത് രസമാണെന്നറിയോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്യണതൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ ആദ്യത്തെ മാങ്ങയാണ്ട് ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കിയതാട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു.